ഹായ് ഫ്രണ്ട്സ്, രൂപ വിപിക്ക് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാഠം 7 പാർട്ട് 1ൻ്റെ ബാലൻസ് ആയിട്ടുള്ള ക്ലാസ്സാണ്. അതായത് വെച്ച് തലയണക്കവിനാണ്, പില്ലോ കവറാണ് നമ്മൾ കഴിഞ്ഞ ദിവസം തയ്ക്കാൻ തുടങ്ങിയത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ തുണി അളന്ന് വെട്ടിയത് മാത്രമേ ഉള്ളൂ, നമ്മൾ തയ്ച്ചു തുടങ്ങിയില്ല. അപ്പോൾ നമുക്കിത് തയ്ച്ചെടുക്കാം. പക്ഷേ ഞാനിപ്പം ഇത് ഈ ബാക്ക് പീസിൻ്റെ ചെറിയ പീസ്, ബാക്ക് പീസ് 3ആയിട്ടും നമ്മൾ തുല്യ ഭാഗങ്ങളായിട്ട് മടക്കിയിട്ട് അതിലൊരു ഭാഗം നമ്മൾ മുറിച്ചെടുത്തപ്പോൾ കിട്ടിയ ഈ 2 പീസിൻ്റെയും ഏതെങ്കിലും ഒരു അരുവശം ഞാൻ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ടേ. അപ്പം ഞാൻ ഈ ചെറിയ പീസിൻ്റെയും ഒരു അരുവശം മടക്കി എടുത്തിട്ടുണ്ട്. നീളമുള്ള വശം മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. മറ്റേ ഈ ബാക്ക് പീസിൻ്റെ തന്നെ അടുത്ത വലിയ പീസിൻ്റെ സൈഡ് ഞാൻ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പാഠം 6 ഒന്ന് കയറി കണ്ടാൽ ഇത് കറക്റ്റ് മനസ്സിലാവും. അതിൽ പക്ഷേ എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു, നീളം വീതിയും തമ്മിൽ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ 7ാമത്തെ ക്ലാസ്സിൽ തിരുത്തി പറയുന്നുണ്ടേ. അപ്പോൾ ഇത് നമ്മൾ അരിവ് തയ്ച്ചെടുത്തു, ഈ 2 പീസിൻ്റെ അരിവ് തയ്ച്ചെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഫ്രില്ലിൻ്റെ അരിവ് മടക്കി തയ്ച്ചെടുക്കണം. അതിപ്പം ഞാൻ കുറച്ചേറെ ഭാഗം ഞാൻ മടക്കി തയ്ച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഭാഗം വിട്ടിട്ടാണ് തയ്ച്ച് തുടങ്ങിയത്. അപ്പോൾ ഇതൊന്ന് തയ്ച്ച് കാണിച്ചു തരാവേ. അറിയാലോ, 168 ഇഞ്ച് ഫ്രില്ലിൻ്റെ നീളം, 4 ഇഞ്ച് വീതി, 4 ഇഞ്ച് വീതിയിൽ 168 ഇഞ്ച് നീളത്തിലും നമ്മൾ ഫ്രില്ലിൻ്റെ തുണി വെട്ടിയെടുത്തത്. അപ്പം നമുക്ക് തയ്ച്ചു തുടങ്ങാം. അതിന് മുമ്പായിട്ടൊരു ചെറിയ കാര്യമുണ്ടേ. വേറെ ഒന്നുമല്ല, നമ്മുടെ ചാനലൊന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു ഇത് വന്നിട്ടുണ്ട്, ഹൈപ്പെന്ന് പറയും. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ വിശദമായിട്ട് അങ്ങ് പറഞ്ഞു തരാൻ അറിയില്ല. എന്നാലും ഞാൻ എൻ്റെ ഒരു അറിവിൽ പറഞ്ഞു തരാവേ. അതുകൂടെ ഒന്ന് ചെയ്താൽ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് നല്ലതാണ്, നമ്മുടെ ചാനലിന് നല്ലതാണ്, അതെനിക്ക് നല്ലതാണ്, എല്ലാം ഒരുപാട് സഹായമാണ്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ചെയ്യുക. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ ഉണ്ടല്ലോ, എൻ്റെ വീഡിയോ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ നേരെ താഴെ കമൻറ്റ് ബോക്സ് വരുമല്ലോ. കമൻറ്റ് ബോക്സ് വരുന്ന സമയത്ത് അതിൽ ആ കമൻറ്റ് ബോക്സിൽ ഏറ്റവും മുകളിലത്തെ കമൻറ്റ് ടച്ച് ചെയ്യുന്ന സമയത്ത് വലത്തെ സൈഡിൽ ഒരു 2 ഡോട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഏറ്റവും മുകളിലത്തെ ആ കമൻറ്റിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇടത്തേക്ക് നമ്മൾ നീക്കണം. ഇടത്തേക്ക് നീക്കുന്ന സമയത്ത് ഹൈപ്പെന്നും പറഞ്ഞുകൊണ്ട് HYPE ഹൈപ്പെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ കയറി വരും. അപ്പോൾ അതിൽ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഹൈപ്പ് കൊടുക്കാൻ പറ്റും. ഇതിപ്പം ഒരാഴ്ചയിൽ, ഇപ്പം എൻ്റെ വീഡിയോ ആണെങ്കിൽ ഒരാഴ്ചയിൽ നമുക്ക് 3 ഹൈപ്പ് കൊടുക്കാൻ പറ്റും. ഒരാൾക്ക് 3 ഹൈപ്പ് കൊടുക്കാൻ പറ്റും. അപ്പം ചെയ്ത് നോക്കാമെന്ന് പറയാൻ, അത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യുക. അതെനിക്ക് ഗുണമുള്ളൊരു കാര്യമാണ്, ഉപകാരമുള്ളൊരു കാര്യമാണ്. അപ്പം അത് ചെയ്യുക. അപ്പോൾ ഇനി മുതൽ സബ് കൂട്ടാക്കുക എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ സബ് ചെയ്യുക, സബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ അതൊന്ന് ചെയ്യുക. എല്ലാവരും എന്നെ അങ്ങനൊന്ന് സഹായിക്കുക. അപ്പോൾ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഫ്രില്ലിനുള്ള തുണി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞാൻ നൂല് സൂചിയിൽ ഇട്ടിട്ടുണ്ട്. കളറ് അതേ കളർ തന്നെയൊക്കെ എടുക്കാൻ ശ്രമിക്കുക.
പിന്നെ അങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് നമുക്ക് എന്തായാലും ഇതിപ്പം ഈ ക്ലാസ് ഇങ്ങനെ തീരുവല്ലല്ലോ. അപ്പം നമുക്ക് തന്നെയല്ല, നമ്മളിത് ഒരാഗ്രഹം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ തയ്ച്ച് നോക്കും. അപ്പം കളറ് അത് നമ്മൾ ഏത് തുണി എടുക്കുന്നോ അതിൻ്റെ തന്നെ കളർ നൂല് എടുക്കാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് തയ്ച്ചു തുടങ്ങാം. തയ്ച്ചു തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമല്ലോ. നമുക്ക് ഈ ഒരു ഫ്രില്ലെടുക്കുക. ഫ്രില്ലിൻ്റെ ചീത്ത വശം നമുക്ക് നേർക്കും, നല്ല വശം മെഷീനോട് ചേർത്തും വെക്കുക. അപ്പോൾ ഫ്രില്ലിനുള്ള തുണിയാണിത്. അപ്പോൾ ഈ തുണിയുടെ 2 വശത്തിൽ ചീത്ത വശം എന്ന് പറയുന്നത് നമ്മൾ ജോയിൻ്റ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ആ ജോയിൻ്റ് ചെയ്ത ഭാഗം നമുക്ക് നേർക്ക് വരണം, നമുക്ക് കാണാൻ സാധിക്കണം ആ ജോയിൻ്റ് ചെയ്ത ഭാഗം. അപ്പോൾ ആ ജോയിൻ്റ് ചെയ്ത ഭാഗം നമുക്ക് നമ്മുടെ നേർക്ക് വരിക. അതായത് ചീത്ത വശം നമുക്ക് നേർക്കും, നല്ല വശം മെഷീനോട് ചേർത്തും വെക്കുക. എന്നിട്ട് ഈ ഒരു തുണിയുടെ അരിവ് ഭാഗം, ഏതെങ്കിലും ഒരു അരിവ് ഭാഗം 1/2 ഇഞ്ച് വീതിയിൽ ആദ്യം ഒന്ന് മടക്കുക. 1/2 ഇഞ്ച് വീതിയിൽ ആദ്യം ഒന്ന് മടക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും 1/2 ഇഞ്ച് വീതിയിൽ ഒന്ന് മടക്കുക. വീണ്ടും 1/2 ഇഞ്ച് വീതിയിൽ ഒന്ന് മടക്കുക. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് തയ്ച്ചു തുടങ്ങാം. 1/2 ഇഞ്ച് വീതിയിൽ ഒന്നുകൂടെ തയ്ച്ചെടുക്കുക. നമുക്കൊന്ന് തയ്ച്ചു തുടങ്ങാം. ഞാനിതിപ്പം പ്രഷർ പോട്ടിൻ്റെ അടിയിൽ തുണിയെ കൊണ്ട് വെച്ചു, നൂലിനെ പിടിച്ചു സൂചി ഹാൻഡ് വീൽ കറക്കി സൂചി താഴ്ത്തി നമ്മൾ തയ്ച്ചു തുടങ്ങുവാണേ. ആദ്യം എല്ലാവർക്കും അറിയാലോ, കെട്ടിടണം. കെട്ടിട്ട് നമ്മൾ എന്ത് തുണി തയ്ച്ചു തുടങ്ങിയാലും അത് കെട്ടിട്ട് തയ്ച്ചു തുടങ്ങണേ, എന്നാലേ ആ തയ്യലിനൊരു ബലം കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് കെട്ടിട്ട് തയ്ക്കുക എന്ന് പറയുന്നത്. അപ്പോൾ കെട്ടിട്ട് തയ്ക്കുന്നത് അറിയത്തില്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നമുക്ക് തയ്ച്ചു തുടങ്ങാവേ. തയ്ച്ച് തുടങ്ങി നമ്മൾ ഇവിടം വരെ കൊണ്ട് നിർത്തി. അപ്പോൾ ഈ ജോയിൻറ്റ് ഭാഗം ഉണ്ടല്ലോ, ആ ജോയിൻറ്റ് ഭാഗം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഈ 2 ജോയിൻറ്റിനെ നമുക്ക് ഇങ്ങനെ വെച്ചങ്ങ് തയ്ച്ചെടുക്കാം. ഇപ്പം അങ്ങനെ അങ്ങ് പഠിക്കാം. നമുക്ക് ഏതെങ്കിലും ഒരു വശത്തോട്ട് വെച്ച്, ഇപ്പം നമുക്ക് നേർക്ക് വെക്കുന്നതായിരിക്കും നല്ലത്. ഈ തുമ്പ് നമുക്ക് നേർക്ക് ഇങ്ങ് വെക്കുക, എന്നിട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ ഇത് തയ്ച്ച് കുറേ വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടം വരെ തയ്ച്ച് നിർത്തുന്നത്. നമ്മൾ ഫ്രില്ലിനുള്ള തുണിയുടെ ഒരു വശം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്, മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. വലിയൊരു ദൗത്യമാണ്. നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ മടക്കി തയ്ച്ച വശം, അതായത് ചീത്ത വശം നമുക്ക് കാണത്തക്ക രീതിയിലും നല്ല വശം മെഷീനോട് ചേർത്തും വെക്കുക. ചീത്ത വശം നമുക്ക് കാണാൻ പറ്റണേ, അത് ശ്രദ്ധിക്കണേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തയ്ച്ചു തുടങ്ങാം. ഞാനിപ്പം ചെറിയ പ്ലീറ്റ്സാണ് ഇടുന്നത്. വലിയ പ്ലീറ്റ്സ് വേണമെങ്കിൽ ഇടാവേ. അപ്പോൾ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ 168 ഇഞ്ച് എടുത്തെന്ന് പറഞ്ഞാലും പ്ലീറ്റ്സിൻ്റെ വലിപ്പം കൂടിയാൽ തുണിയുടെ, അതായത് ഫ്രില്ല് ചെയ്ത് വന്ന് കഴിയുമ്പം ഇതിൻ്റെ നീളം കുറയും. അപ്പം നമുക്ക് നമ്മുടെ തലയണക്കവിൻ്റെ ചുറ്റിനും വെക്കാൻ കാണത്തില്ല. അതുകൊണ്ട് പ്ലീറ്റ്സ് ചെറുതായിട്ടിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ മടക്കി അങ്ങ് എടുക്കുവാണ്. മടക്കി പ്ലീറ്റ്സ് ഇടുവാണേ. അറിയാമല്ലോ, പ്ലീറ്റ്സ് ഇടാൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നേരത്തെയും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം പ്ലീറ്റ്സ് ഇടുന്നത് എങ്ങനെയാണെന്നറിയാമല്ലോ അല്ലേ. ഇത് ഇങ്ങനെ ഒന്ന് നമ്മുടെ ഈ തുണിയിൽ ഇങ്ങനെ ഒന്ന് പിടിച്ച് ഉള്ളിലേക്ക് ഒന്ന് മടക്കി അങ്ങനെ പ്ലീറ്റ്സ് ഇടുന്നത്.
പ്ലേറ്റ്സ് ഇട്ടെടുക്കുകയാണ്. ഞൊറിവിട്ട് കാണിച്ചത്. അപ്പോഴേ ഇവിടെ നമ്മുടെ ആ ജോയിൻറ്റിൻ്റെ ഭാഗം വരുമല്ലോ, ജോയിൻറ്റിൻ്റെ ഭാഗം വരുമ്പോൾ എന്ത് ചെയ്യണമെന്നൊരു സംശയം വരും. ഒന്നും സാരമില്ല, നമ്മൾ എങ്ങനെയാണോ ഞൊറിവെടുക്കുന്നത് അതേപോലെ ഞൊറിവെടുത്ത് നമ്മൾ മുമ്പോട്ട് പോവുക. ജോയിൻറ്റിൻ്റെ ഭാഗം കുഴപ്പമില്ല കേട്ടോ. അപ്പം സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇതെടുക്കുക, പ്ലീറ്റ്സ് എടുക്കുക അറിയാമല്ലോ അല്ലേ. ഞാൻ അങ്ങനെയാണ് കഴിഞ്ഞ നമ്മൾ പഠിച്ച് വന്ന സമയത്ത് ഞാൻ പറഞ്ഞു തന്നത് അങ്ങനെ ആയിരുന്നു. അങ്ങനെ എടുത്താലും മതി. ഞാനിപ്പോൾ ഈ കൈ കൊണ്ട്, നമ്മുടെ കൈ കൊണ്ട് നമ്മളിങ്ങനെ ഞുറുവെടുത്ത് ഒരു മൂന്ന് ഞുറുവോളം ഇങ്ങനെ എടുത്ത് അങ്ങ് പോവും. ഇപ്പം ഞാനിപ്പം നടേ ഒരു 3 ഞുറുവ് പിടിച്ച് വെച്ചിട്ട് നമ്മളങ്ങ് പോകുന്നത്. ഒരു 3 ഞുറുവ് ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് തയ്ച്ചങ്ങെടുക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ ഞുറുവിട്ട് എടുക്കാവേ. ഇനിയും നമുക്ക് ഇത് ഞുറുവിട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഓക്കെ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ അതുപോലെ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നവരെന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണുക. അത് എനിക്ക് വളരെയധികം പ്രയോജനമാണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അതായത് ഫ്രില്ല് നമ്മൾ തലയണക്കവിനുമായി തയ്ച്ച് ഒരു വശത്ത് തയ്ച്ച് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അപ്പോഴേതാണ്ട് ഒരു വശം തിരിയാൻ പോവുകയാണേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇവിടം വരെ കൊണ്ടുവരിക, തയ്ച്ച് വരിക. ഞാനിപ്പോൾ ഈ ഒരു ഭാഗം വരെ തയ്ച്ച് വന്നിട്ടുണ്ട്. ഇത്രയും ഭാഗം വിട്ടു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഞുറുവുണ്ടല്ലോ, ഈ ഒരു പ്ലീറ്റ്സ് ഇട്ട ഈ തുണിയെ നമ്മളൊന്ന് മടക്കണം. മടക്കുക എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ഈ തുണിയെ നേരെ ഈ അടിക്കത്തെ തലയണക്കവിൻ്റെ ആ തുണിയുടെ തുമ്പിനോട് ചേർത്ത് വരെ ഇങ്ങനെ ഒന്ന് മടക്കണം. സ്ക്രൂ ഡ്രൈവറോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് മടക്കണം. മടക്കി അപ്പം ഒരു പോയിൻ്റ് കിട്ടുമല്ലോ. ആ പോയിൻറ്റിൻ്റെ അവിടെ ഇങ്ങനെ വെച്ച് ഇതിനെ ഇങ്ങനെ ഒന്ന് ആക്കി വിടണം. ഒരു കോണ് പോലെ മടക്കി വിടണം. എന്നാലേ നമുക്ക് നല്ല രീതിയിൽ കിട്ടത്തുള്ളേ. ഇത് ഇച്ചിരി കുറച്ച് ടഫുള്ള കാര്യം, എന്നാൽ പെട്ടെന്ന് ഇതിപ്പോൾ എനിക്ക് പറഞ്ഞു തരുന്നത് കൊണ്ടാണ്. ഇങ്ങനെ തയ്ച്ച് ഇങ്ങനെ പിടിച്ച് ഈ ഒരു മൂല, കണ്ടോ, ഈ ഒരു മടക്ക് കണ്ടോ, ഇതിനെ ഒടിച്ച് വെച്ച് തയ്ക്കാമെന്ന് പറയും. അപ്പം നമ്മൾ ഇനി തയ്ച്ചെടുക്കുന്ന വിധം ഒന്ന് കാണിക്കാവേ. ഇങ്ങനെ തയ്ക്കുവാണ് ആ ഒരു ഭാഗത്തോട്ട്. തയ്ച്ച് ഇവിടെ കൊണ്ടുവന്ന് സൂചി താഴ്ത്തിയിട്ട് ഞാനിതിനെ പ്രഷർ ഫൂട്ട് പൊക്കി നമ്മളെ തുണിയെ തിരിച്ച് നമുക്ക് നേർക്കിടുക. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ഭാഗമോടെ പറയുമ്പം തീർച്ചയായിട്ടും മനസ്സിലാവും. എന്നിട്ട് നമ്മൾ എങ്ങനെയാണോ തയ്ച്ച് വന്നത് അതേപോലെ തയ്ച്ച് കഴിഞ്ഞ് പോരുക. ഇത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തയ്ച്ച് തുടങ്ങുവാണേ. അര ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ തയ്ച്ച് തുടങ്ങി. അപ്പം പ്ലീറ്റ്സൊക്കെ നല്ല രീതിയിൽ ഒന്ന് പിടിച്ച് വെച്ച് കൊടുക്കണേ. അതുപോലെ പ്ലീറ്റ്സ് ഇടുമ്പോൾ നിങ്ങൾ ഒരുപാട് വീതിയിൽ ഇടാൻ നോക്കണ്ട. കാരണം നമ്മൾ കറക്റ്റ് 168 ഇഞ്ചാണ് എടുക്കുന്നത്. കറക്റ്റ് അളവെടുക്കുകയാണ്. അപ്പം നമുക്ക് ഒരു ചെറിയ പ്ലീറ്റ്സൊക്കെ ഇട്ട് ആദ്യം കൊടുത്ത് നോക്കണം. അല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് വരുമ്പോഴത്തേന് ഇതിന് ചുറ്റിനും കിട്ടത്തില്ല. ഫ്രില്ലിൻ്റെ തുണി നമുക്ക് കിട്ടാതെ വരും. അതുകൊണ്ട് ചെറിയ പ്ലീറ്റ്സ് ഇടാൻ ശ്രദ്ധിക്കണേ കേട്ടോ. പ്ലീറ്റ്സ് നേരെ പിടിച്ച് വെച്ച് എപ്പോഴും തയ്ക്കാവും. ഇത് നമ്മളിപ്പം ഈ ഒരു ഭാഗത്തെത്താൻ പോവുക. അപ്പം നമ്മൾ കുറച്ചുകൂടെ തയ്ച്ചിട്ട് ഇങ്ങനെ നിർത്തിയിട്ട് ഈ ഒരു തുണിയെ ഒടിച്ച് വെക്കുക എന്ന് പറയും. ഒന്ന് മടക്കി കൊടുക്കുക, അത്രേ ഉള്ളൂ.
ഇങ്ങനെ കുറച്ചും കൂടെ മുന്നോട്ട് തയ്ച്ച് നിർത്തിയിട്ട് സൂചി താഴ്ത്തി നിർത്തുന്നത് കേട്ടോ. നിർത്തിയിട്ട് ആദ്യം ഞാൻ ഈ തുണി ഇങ്ങനെ കിടന്ന പ്ലീറ്റ്സിനെ അങ്ങോട്ടൊന്ന് മടക്കി, അപ്പോൾ ഒരു ചതുരം പോലെ വരുമല്ലോ, ഒരു മടക്ക് വരുമല്ലോ. ആ മടക്കിൻ്റെ അവിടെ പിടിച്ചുകൊണ്ട് തന്നെ ഈ തുണിയെ, അതായത് ഈ ഫ്രില്ലിൻ്റെ തുണിയെ ഞാൻ എന്ത് ചെയ്തു, തിരിച്ച് ഒരു കോണ് പോലെ മടക്കി. ഇപ്പോഴും നമ്മുടെ ഫ്രില്ല് ഇതിൻ്റെ അകത്തായി പോകരുത് കേട്ടോ. നമ്മുടെ തുണി ആ ഒരു തുമ്പ് ഭാഗം, ആ ഒരു തയ്യലിൻ്റെ ഭാഗം മാത്രമേ ഇതിനകത്താകാവൂ, അല്ലാതെ ആവരുത്. അതുകൊണ്ട് ഇതുപോലൊരു കോണ് പോലെ വരണം, അത്രേ ഉള്ളൂ. നമ്മുടെ ഫ്രില്ലിൻ്റെ ഭാഗവും ഇതിനകത്ത് വരാൻ പാടില്ല, തയ്യലിൻ്റെ ഭാഗം മാത്രമേ വരാൻ പാടുള്ളൂ. അത്രയൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയേ. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് വരെ സൂചി കൊണ്ട് താഴ്ത്തി നിർത്തും. എന്നിട്ട് നമ്മൾ പ്രഷർ ഫുട്ട് ഉയർത്തി തുണിയെ ഇങ്ങോട്ട് നമ്മൾ തിരിച്ചിടുവാണേ. ഇത് നമ്മൾ തുണിയെ തിരിച്ചിട്ട് നമ്മൾ പ്ലീറ്റ്സൊക്കെ നേരെ ഇങ്ങനെ ഒന്ന് വെച്ച് നമ്മളൊന്ന് തയ്ച്ചു തുടങ്ങുവാണേ. അടിക്കൊരു പ്ലീറ്റ് അങ്ങോട്ട് പോകാനിടയുണ്ട്, അപ്പോൾ അതിനൊന്ന് നേരെ ഒന്ന് പിടിച്ച് നിർത്തിയിട്ട് നമ്മൾ തയ്ച്ചു തുടങ്ങണേ. നമ്മളെപ്പോഴും ഈ പ്ലീറ്റ്സിൻ്റെ തയ്യലുണ്ടല്ലോ, അതിൻ്റെ ഈ ഒരു ഭാഗത്തുകൂടെ മാത്രമേ തയ്ക്കാവൂ കേട്ടോ. ഈ ഒരു തയ്യൽ അകത്ത് പോയിക്കൊണ്ട് ഇവിടെ വെച്ച് വേണം നമ്മുടെ നല്ല തയ്യൽ, ഇപ്പം നമ്മൾ തയ്ക്കുന്ന തയ്യൽ ഈ തയ്യലിന് ഇപ്പുറത്തേ വരാവൂ കേട്ടോ. നമ്മൾ അങ്ങനെ തയ്ച്ചിങ്ങി പോരുവാണേ. തയ്ച്ച് അടുത്ത പോയിന്റ് വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാവേ. ഇതിങ്ങനെ തയ്ക്കുവാണേ. അപ്പോൾ നമ്മൾ അടുത്ത ആ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനൊരു മടക്ക് വെച്ച് തിരിച്ചങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ കൊണ്ട് നിർത്തി, തയ്ച്ച് അവിടെ കൊണ്ട് നിർത്തി, അതായത് ഇതിന് കുറച്ച് ഭാഗം മുമ്പ് വരെ കൊണ്ട് നിർത്തി, എന്നിട്ട് ഇങ്ങോട്ട് തയ്ച്ചെടുക്കുകയാണ്. അതിന് മുമ്പായിട്ടൊന്ന് മടക്കി കൊടുക്കണം. നമുക്ക് പറഞ്ഞു തരുന്ന സമയത്ത് ഇത് പ്രയാസമായിട്ട് തോന്നും, പക്ഷേ ഒന്നുമില്ല. ഇത് തയ്ച്ച് നോക്കുമ്പോൾ ഇത് സിമ്പിളാണെന്ന് എന്നോട് പറയും. ഒന്ന് നോക്കണേ എല്ലാവരും. ഇത് ഫ്രില്ലുള്ള തലയിണക്കവിനൊക്കെ തയ്ച്ചിട്ട് എനിക്ക് കമൻ്റ് ഇടണം കേട്ടോ. എന്നിട്ട് നമ്മൾ പ്രഷർ ഫുട്ട് ഉയർത്തി തുണിയെ തിരിച്ചിട്ട്, എന്നിട്ട് നമ്മൾ അവിടെ അങ്ങനെ തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ തയ്ച്ചിങ്ങി പോരുവാണേ. ഇതിപ്പം നാലാമത്തെ സൈഡാണ്. ഇതിപ്പം ഫ്രില്ല് വെച്ച് തീരാറായി. അതുപോലെ നമ്മൾ തയ്ക്കുന്ന സമയത്ത് തുണിയെ വലിക്കരുത് കേട്ടോ. ഈ താഴെ ഇരിക്കുന്ന തുണിയായാലും ഇങ്ങനൊന്നും വലിക്കരുത്, മുകളിലിരിക്കുന്ന തുണിയെ വലിച്ചു പിടിക്കരുത്. ഈ ഫ്രില്ലൊക്കെ നേരെ വെച്ച് വൃത്തിയായിട്ട് പതിയെ തയ്ച്ചാൽ മതി. ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറോ ഒക്കെ എടുത്തോ, പക്ഷെ പതിയെ തയ്ച്ചാൽ മതി. സ്പീഡ് കൂട്ടി ഒന്നും തയ്ക്കരുത്, തുണി പന്നലായി പോവും. അപ്പം ആദ്യമൊക്കെ പതിയേ പറ്റത്തുള്ളൂ, ചിലപ്പോൾ 1 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊക്കെ പറ്റത്തുള്ളൂ. അതിലൊന്നും സാരമില്ല. ഇത് നമ്മളിവിടെ തയ്ച്ച് തീരാറാവുകയാണേ. തയ്ച്ച് നിർത്താൻ പോകും. ഞാൻ ഈ ഒരു ഭാഗം വരുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, പ്ലീറ്റ്സ് ഇട്ടത് വീതി കുറച്ചാണ്, ഏറ്റവും കുറച്ചായിട്ടത്. അപ്പം അതുകൊണ്ട് കുറച്ച് തുണി അധികം ഇങ്ങനെ വന്നിട്ടുണ്ട്. സാരമില്ല, അത് ഞാനിപ്പം ഒന്നെങ്കിൽ അത് മുറിച്ച് കളയത്തേ ഉള്ളൂ, അല്ലാതെ ഇതിലിപ്പം അല്ലെങ്കിൽ പിന്നെ അഴിച്ചിട്ട് ഞുറുവ് കയറ്റിയിട്ടിട്ട് ഇതിൽ തന്നെ കയറ്റണം. ഇതിപ്പം ഞാൻ കട്ട് ചെയ്ത് കളയുവാണേ, മറ്റേത് ഒരുപാട് പണിയാണ്. അതിനുണ്ട് ഇതങ്ങ് തയ്ച്ചെടുക്കട്ടെ. ഞാനിപ്പോൾ ഈ ഒരു ഭാഗമായിട്ട് യോജിപ്പിച്ചില്ല, അതിന് മുന്നായിട്ടൊന്ന് കാണിക്കുകയാണ്. ഇവിടെ കണ്ടോ, നമ്മുടെ ഈ ഒരു ഭാഗമായിട്ട് യോജിപ്പിച്ചിട്ടില്ല. അതിന് മുന്നായിട്ട് ഞാനിപ്പോൾ ഇവിടം വരെ തയ്ച്ചുകൊണ്ട് നിർത്തിയിട്ട് ഈ ഒരു പീസും തമ്മിൽ യോജിപ്പിക്കും.
മനസ്സിലായോ? ഇവിടം വരെ ഞാൻ തയ്ച്ചു, ഈ ഒരു ഭാഗം വരെ തയ്ച്ചുകൊണ്ട് നിർത്തി കെട്ടിട്ട് ഇറക്കിയിട്ട് ഈ ഒരു ഭാഗത്തിനെയും ഇതിനെയും കൂടെ കൂട്ടി യോജിപ്പിക്കും. ഓക്കെ, ചിലപ്പം കാണുമ്പം ചിലപ്പം മനസ്സിലായില്ലെന്ന് വരും. അപ്പം ഞാനൊരു ഈ ഇവിടം വരെ ഒരു ഭാഗം വരെ തയ്ച്ചിങ്ങെടുക്കും. എന്നിട്ട് കെട്ടിട്ട് നിർത്തുവാണേ. എന്നിട്ട് ഞാനൊരു ഈ ഒരു ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടം വരെ കൊണ്ട് തയ്ച്ച് കെട്ടിട്ട് ഇറക്കി. എന്നിട്ട് ഞാൻ ഇനിയും ഇതിനെ രണ്ടിനെ യോജിപ്പിച്ചിങ്ങനെ വെക്കും. കണ്ടോ, ഇവ രണ്ടുകൂടെ ഒരുമിച്ചിരിക്കണം. ഈ ഒരു ഭാഗം തമ്മിൽ ഒരുമിച്ചിരുന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ തയ്ച്ചെടുക്കാം. ഞാനിവിടെ ഇങ്ങനെ തയ്ച്ചിങ്ങെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ പ്രഷർ ഫുഡ് വേറെ തുണി ഇതിനെ രണ്ടും ഒരുമിച്ച് പ്രഷർ ഫുഡിൻ്റെ അടിയിൽ വെച്ച് തയ്ച്ചു തുടങ്ങുവാണേ. കെട്ടിട്ട് തയ്ക്കണേ. എൻ്റെ മുകളിലത്തെ നൂല് ഇവിടെ തീരാറായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഭാഗം കഴിഞ്ഞിനിയും ആ നൂലല്ല വേണ്ടത്. അപ്പം ഇങ്ങനെ കെട്ടിട്ട് തയ്ച്ചിറക്കിയേ. എന്നിട്ട് ഞാൻ ബാക്കി വന്നത് എനിക്ക് ഞുറിവ് കിട്ടത്തില്ല, അതായത് പ്ലീറ്റ്സ് കറക്റ്റ് കിട്ടത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പ്ലീറ്റ്സിൻ്റെ വീതി ഏറ്റവും കുറച്ചാണ് എടുത്തത്. അതുകൊണ്ടാണ് ഇത്രയും തുണി അധികം വന്നത്. സാരമില്ല, നമുക്ക് ചിലപ്പോൾ അധികം വരും, ചിലപ്പം കുറഞ്ഞു പോവും. അതുകൊണ്ട് പ്ലീറ്റ്സ് എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാവൂ കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ പില്ലോ കവറിൻ്റെ ആദ്യത്തെ ഭാഗം ഫ്രണ്ട് പീസ് തയ്ച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് പീസ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനിയും ബാക്ക് പീസ് ഇതിലേക്ക് ജോയിൻ ചെയ്യാം. ഫ്രില്ല്, അതായത് പില്ലോ കവിൻ്റെ ഫ്രണ്ട് പീസിൽ ഫ്രില്ല് വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഇതിൽ കിട്ടിയല്ലോ, അതിനെ നമ്മൾ നമ്മുടെ കട്ടിങ് ടേബിളിൽ നിവർത്തിയിട്ടതിന് ശേഷം നമ്മളതിനെ നമ്മുടെ കട്ടിങ് ടേബിളിൽ നിവർത്തിയിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഫ്രില്ലിനെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ പിടിച്ച് വെച്ച് കൊടുക്കണേ. ഇതേപോലെ ഇങ്ങനെ പിടിച്ച് വെച്ച് കൊടുക്കണം. എല്ലാ വശവും ഇതേപോലെ ഇങ്ങനെ പിടിച്ച് വെച്ച് കൊടുക്കണേ. ഇതെന്തിനാണെന്നുള്ള ഞാൻ പറയാവേ. ഈ ഒരു ഭാഗം പിടിച്ചു കൊടുത്തില്ലെങ്കിലും സാരമില്ല ഇപ്പം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബാക്ക് പീസിനെ ഇതിനോട് വെച്ച് ചേർക്കണം. അതായത് നമ്മൾ ബാക്ക് പീസ് രണ്ട് ഭാഗമായിട്ട് വെട്ടിയായിരുന്നല്ലോ. അപ്പോൾ അതിൽ വലിയ പീസിനെ നമുക്ക് എടുക്കാവേ. എന്നിട്ട് നമുക്ക് ബാക്ക് പീസിൻ്റെ വലിയ പീസിനെ എടുത്തിട്ട് ചീത്ത വശം നമുക്ക് നേർക്ക് കാണത്തക്ക രീതിയിൽ, നല്ല വശം ഈ ഫ്രണ്ട് പീസിനോട് ചേർന്നിരിക്കത്തക്ക രീതിയിൽ ഇതിനെ വെച്ചിട്ട് നമ്മുടെ മഫ്ത പിൻ ഉണ്ടല്ലോ, മഫ്ത പിൻ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് പിൻ ചെയ്യാവേ. പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. നമുക്കിങ്ങനെ വെച്ചിട്ട് മഫ്ത പിൻ വെച്ച് നമുക്കൊന്ന് പിൻ ചെയ്തിട്ട് തയ്ച്ചെടുക്കാം. മഫ്ത പിൻ ഇതാണെന്ന് അറിയാമല്ലോ, ഞാൻ ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുള്ളതാണേ. ഇപ്പം ഞാനിങ്ങനെ ഒന്ന് പിൻ ചെയ്തേ. നമ്മുടെ ഫ്രില്ലും അങ്ങോട്ട് അപ്പുറത്തോട്ട് കയറി നമ്മുടെ തയ്യലിലോട്ട് വരരുത്. അപ്പോൾ അതിനു വേണ്ടി ഇങ്ങനെ ഫ്രില്ലൂടെ ചേർത്ത് പിൻ ചെയ്യുവാണേ. നമ്മൾ ഈ ഒരു ഭാഗങ്ങളെല്ലാം പിൻ ചെയ്തെടുക്കുവാണേ. ഞാനിപ്പോൾ ഒരു 6 മഫ്ത പിൻ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് തയ്ച്ചെടുക്കാവേ. നമുക്കിതൊന്ന് തയ്ച്ചെടുക്കാവേ. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് തയ്ച്ചു തുടങ്ങുക കേട്ടോ. ഞാൻ തയ്ച്ചു തുടങ്ങുക. ആദ്യം നമ്മൾ കെട്ടിട്ട് വേണം തയ്ച്ചു തുടങ്ങാൻ.
ബാക്കിയെല്ലാം പഴയ രീതി തന്നെ. ആണെങ്കിൽ ഇടയ്ക്കൊന്ന് നോക്കാം കേട്ടോ, ഈ ഫ്രില്ല് ഇതിൻ്റെ അകത്തോട്ട് വരുന്നുണ്ടോ, നമ്മുടെ തയ്യലിനകത്തോട്ട് ഫ്രില്ല് വരുന്നുണ്ടോ എന്നൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഇതൊന്ന് തയ്ച്ചെടുക്കാം. ഒരു പോയിന്റ് വരുമ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് വരുമ്പോൾ നമുക്ക് സൂചി താഴ്ത്തി വെച്ചിട്ട് നമുക്ക് തിരിച്ച് വെക്കാം. എന്നിട്ട് ഫ്രില്ല് നോക്കണേ. ആ മഫ്താപ്പിന് ഞാനങ്ങ് മാറ്റി കേട്ടോ. മാറ്റിയിട്ട് ഫ്രില്ല് നമ്മുടെ തയ്യലിനകത്ത് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ചെയ്യുവാണേ. നമ്മുടെ ഫ്രില്ലിൻ്റെ തുമ്പുകളെല്ലാം കറക്റ്റാണോ, നമ്മുടെ തയ്യലിനകത്ത് വരുന്നുണ്ടോ, തയ്യലിനകത്ത് കയറാതെ കൊണ്ട് തയ്ച്ചെടുക്കാൻ നോക്കണേ. ഞാൻ ഇവിടുത്തെ മഫ്താ പിന്നങ്ങ് മാറ്റി കേട്ടോ. പിന്നങ്ങ് മാറ്റി. താഴ്വശത്തെ ഫ്രില്ല് നോക്കണം കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് നോക്കണം. ഒരു ചെറിയൊരബദ്ധം പറ്റി. വേറൊന്നുമല്ല, നമ്മുടെ തലയണക്കവിൻ്റെ ഫ്രണ്ട് പീസ് മടങ്ങിയിരിക്കുമായിരുന്നു കേട്ടോ. ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചോണേ, ഇവിടുന്നേ എനിക്കത് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് അഴിക്കേണ്ടി വരുന്നു. നമ്മൾ തയ്ക്കുമ്പോഴേ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഫ്രില്ലിൻ്റെ തുണി മാത്രം പോരാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ താഴെ ഇരിക്കുന്ന പില്ലോ കവീനുണ്ടല്ലോ, അതായത് ഫ്രണ്ട് പീസ്, അതിൻ്റെയും ഏതെങ്കിലും ഭാഗം മടങ്ങിയിരിപ്പുണ്ടോ, നമ്മുടെ തയ്യലിനകത്ത് കയറി വരുന്നുണ്ടോ എന്നുകൂടി ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഞാനതിപ്പം ശ്രദ്ധിക്കാത്തതിൻ്റെ ഞാനിപ്പോൾ അഴിക്കേണ്ടി വന്നു കേട്ടോ. അതുകൊണ്ട് അതുകൂടെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. താഴത്തെ പില്ലോ കവീൻ്റെ നമ്മുടെ ഈ ഒരു പീസ് മടങ്ങി വല്ലതും നമ്മുടെ തയ്യലിനകത്ത് വരുന്നുണ്ടോ എന്നെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. നമുക്കൊരു ഇത് പറ്റി അല്ലെങ്കിൽ ഒരു തെറ്റ് പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അയ്യോ എനിക്കെല്ലാം തെറ്റ് അങ്ങനൊന്നും വിചാരിക്കേണ്ട. നമ്മൾ പല തെറ്റുകൾ, അതായത് ഒരു തെറ്റിലൂടെ നമുക്ക് അടുത്തതിനത് മാറ്റി ക്ലിയർ ചെയ്ത് നമുക്ക് വിജയിക്കാൻ പറ്റും. അതുകൊണ്ട് തെറ്റ് പറ്റിയെന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കരുത്. ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക, എന്തായാലും തീർച്ചയായിട്ടും പറ്റും. തെങ്ങും കെട്ടിട്ട് ഇറക്കുവാണ്. ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ ഒരു ചെറിയ പീസ് ഉണ്ടല്ലോ,
അതുകൂടി നമുക്ക് മഫ്ത പിൻ വെച്ചിട്ട് പിൻ ചെയ്തിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. അങ്ങനെ പിൻ ചെയ്താലത്തെ ഗുണമെന്ന് വെച്ചാൽ ഈ തുണി എങ്ങോട്ടും മാറിപ്പോകത്തില്ല. അന്നേരം നമുക്ക് പിൻ ചെയ്യാവേ. നമുക്ക് ആദ്യം ഈ പ്ലീറ്റ്സ് എല്ലാം അകത്തേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ബാക്ക് പീസിൻ്റെ വേറെ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം എടുക്കണം. എടുത്തിട്ട് അതിൻ്റെ ചീത്ത വശം നമുക്ക് നേർക്ക് കാണത്തക്ക രീതിയിൽ നല്ല വശം ഫ്രണ്ട് പീസിനോട് ചേർത്ത് വെക്കണം. എന്നിട്ട് നമുക്കിവിടെ പിൻ ചെയ്ത് കൊടുക്കാം. ആദ്യം ഈ ഒരു ഭാഗം പിൻ ചെയ്ത് കൊടുക്കാം. ആദ്യം ഈ ഒരു ഭാഗം പിൻ ചെയ്ത് നമുക്കിനി അടുത്ത രണ്ടാമത്തെ ഈ ഒരു ഭാഗം കൂടെ പിൻ ചെയ്തിട്ട് നമുക്ക് ഇവിടേക്ക് വെച്ച് കൊടുക്കാവേ. ഇവിടെ വെച്ച് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സെൻറ്റർ പോർഷനൂടെ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും, അത് തയ്ച്ചെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ഇത് കിട്ടും. എന്നിട്ട് നമുക്ക് ഈ ഒരു വശത്തോടെ പിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ആകെ 5 മഫ്ത പിൻ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം തയ്ച്ച് എന്നിട്ട് വേണമെങ്കിൽ ഇവിടെ ചെയ്തു. ഓക്കെ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് തയ്ച്ചെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു ഭാഗത്തു നിന്ന് തയ്ച്ച് തുടങ്ങുവാണേ. നമ്മൾ കെട്ടിട്ടാണ് തയ്ച്ച് തുടങ്ങുന്നത്. കെട്ടിട്ട് തയ്ച്ച് തുടങ്ങുവാണ്. നമ്മൾ കെട്ടിട്ട് തയ്ച്ച് തുടങ്ങി. ആദ്യം വന്ന് ആ നൂല് ഞാൻ വെട്ടി മാറ്റിയേ. എന്നിട്ട് തയ്ച്ച് ഇനിയിപ്പോൾ പെട്ടെന്നാണെങ്കിൽ പോലും നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ഭാഗം വന്നിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ. പ്ലീറ്റ്സിൻ്റെ ഇത് കയറി വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ വരുമ്പോൾ സൂചി താഴ്ത്തി തുണിയെ തിരിച്ചിട്ട് നമ്മൾ തയ്ക്കുകയാണ്. തുണിയെ തിരിച്ചിട്ട് നമ്മൾ തയ്ച്ചു തുടങ്ങുവാണ്. അതെ, നമ്മൾ ഈ ഒരു ഭാഗവും തയ്ച്ചെടുത്ത് നമ്മളിങ്ങനെ തയ്ച്ചിറക്കുവാണേ. ഞാൻ ഇവിടെ കെട്ടിട്ടാണ് നിർത്തിയത്. എന്നിട്ട് ഈ ഒരു ഭാഗം തയ്ച്ചിങ്ങി മാറ്റുവാണേ. ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പം അഥവാ അധികമുള്ള നൂലുകളെല്ലാം ഉണ്ടെങ്കിൽ അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കണേ. മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ തയ്ക്കുന്ന സമയത്ത് തന്നെ ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ടായിരുന്നു. അഥവാ കട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് മാറ്റണേ. ഇനി നമുക്ക് തിരിച്ചിടാം. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പില്ലോ കവർ തിരിച്ചിടാൻ. അത് ഞാൻ തിരിച്ചിട്ട് കാണിച്ചു തരാം. ഇവിടെ പില്ലോ കവർ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യത്തെ ക്ലാസ് നമ്മൾ ചെയ്തത് ഫ്രില്ലില്ലാത്ത പില്ലോ കവറായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് ഫ്രില്ലുള്ള പില്ലോ കവറാണ്. അപ്പോൾ നമുക്ക് ഇത് ഒരു തലയണയിൽ നമുക്കൊന്ന് ഇട്ട് നോക്കാവേ. നമ്മളെ അളവെടുത്ത തലയണയുണ്ട്, അപ്പോൾ ആ തലയണയിലൊന്ന് ഇട്ട് നോക്കാം. ഈ ഫ്രില്ലുള്ള തലയണക്കവൻ നമുക്ക് ഈ തലയണയിലൊന്ന് ഇട്ട് നോക്കാവേ. ഇങ്ങനെ ഇട്ടോ.
നമുക്കിപ്പം പറ്റിയതെന്ന് വെച്ചാൽ 4 ഇഞ്ച് വീതിയിൽ ഫ്രില്ല് എടുത്തത് കൊണ്ടാണ് ഇത്രയും വീതി വരുന്നത്. ഫ്രില്ലിന് ഭയങ്കര വീതി പോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് 4 ഇഞ്ച് വീതിയിൽ എടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ഉള്ളവർ ആദ്യമായിട്ടാണല്ലോ എന്ന് വിചാരിച്ചാണ് ഈ 4 ഇഞ്ച് വീതിയിൽ എടുത്തത്. അപ്പോൾ അവർ ഇങ്ങനെ സൈഡ് തയ്ച്ച് വരുന്ന സമയത്ത് അഥവാ കയറ്റി തയ്ച്ചാലും നമുക്ക് ഫ്രില്ലിൻ്റെ നീളം കുറച്ച് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് 4 ഇഞ്ച് വീതി. അപ്പോൾ ഇത്രയും വീതി വേണ്ട, ഈ ഫ്രില്ലിന് ഇത്രയും വീതി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രില്ലിൻ്റെ നമ്മൾ 4 ഇഞ്ച് എന്നുള്ളത് കുറച്ചിട്ട് അതൊരു 3.5 ഇഞ്ച് ഒക്കെ ആക്കി എടുക്കാം, നമുക്ക് അളവെടുക്കാവേ. അപ്പം ഫ്രില്ലിൻ്റെ വീതി 3.5 ഇഞ്ച് ആക്കി എടുക്കാം. അപ്പോൾ ഇത്രയും നീളം ഇത്രയും വീതി, അതായത് ഈ ഫ്രില്ലിൻ്റെ ഇത് കണ്ടോ, അത് ഇത്രയും വേണ്ടാത്തവർക്ക് നമുക്ക് 3.5 ഇഞ്ച് എടുത്താൽ മതി കേട്ടോ. അപ്പോഴേ എല്ലാവരും തലയണക്കവിനൊക്കെ തയ്ച്ച്, തലയണക്കവിൻ ഇതുപോലെയൊക്കെ തയ്ച്ച് എന്താ പറയുക, നമുക്ക് ഒരു വരുമാനമാവുന്ന ഒരു മേഖലയിലോട്ട് നമ്മൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുക. വീട്ടിലിരുന്ന് തന്നെ നമുക്കൊരു വരുമാനം എന്നുള്ള രീതിയിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോഴും നമുക്ക് ഇനിയിപ്പം ഈ തലയണക്കവിനൊക്കെ തയ്ച്ചത് കാരണം നമുക്ക് തയ്ക്കുന്നത് ലെവലായിട്ട് വന്നിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് അടിച്ചു കൊടുക്കാനും ഒക്കെ തുടങ്ങാം കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് കുറച്ച് ചെറിയ ചെറിയ വരുമാനങ്ങൾ നമുക്കിതിൽ നിന്ന് കണ്ടെത്താവുന്നതാണേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ തയ്ച്ച തലയണക്കവിൻ ഇതാണേ, നമ്മൾ ആദ്യം തയ്ച്ചില്ലേ ഫ്രില്ലില്ലാതെ, ആ തലയണക്കവിൻ ഇതാണേ. അപ്പം അങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ പില്ലോ കവർ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാവരും നേരത്തെ കൂട്ടാക്കിയവരും നമുക്ക് നമ്മുടെ ലൈക്ക് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഏറ്റവും മുകളിലത്തെ കമൻറ്റിൽ തൊട്ടിട്ട് ഇടത്തേക്ക് നീക്കിയാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അപ്പോൾ ഇത് രണ്ടിലേതെങ്കിലും ഒരു രീതിയിൽ ഹൈപ്പ് HYPE ഹൈപ്പ് കൂടെ ചെയ്ത് നൽകുക. എനിക്ക് വളരെയധികം ഒരു സഹായമാണ്. അതുകൊണ്ട് ഇനി മുതൽ സബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. ഓക്കെ, ബൈ.